ആദാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉറുദുക്ക് ഷേരി അസ്നാഫ് അതിനെ കുറിച്ചുണ്ടായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അതില് ഗസലിനെ കുറിച്ചുകൊണ്ട്, ഖസീദയെ കുറിച്ചുകൊണ്ട്, മസ്നവിയെ കുറിച്ചുകൊണ്ട് ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് മറ്റു ചില ഏതാനും സിൻഫുകളെ കുറിച്ചുകൊണ്ട് ചർച്ച ചെയ്യാം. അതിൽപ്പെട്ട ഒന്നാണ് ഗീത് എന്നുള്ളത്. ഗീത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലേ. ഫിൽമി ഗീതുകള്, ലോക് ഗീതുകള്, ഇങ്ങനെ പലതും നമ്മൾ കേൾക്കാറുണ്ട്. അത് നോക്കാം. ഗീത് എന്ന് പറഞ്ഞാല് ഗീത് ഹിന്ദിക്ക് ഉറുദു മേ തർത്തീബ് പായി. അപ്പൊ ഗീത് ഉണ്ടായത്, ഗീത് ഉറുദുവിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? ഹിന്ദിക്ക് അസർ, ഹിന്ദി സ്വാധീനത്തിലൂടെയാണ് ഉറുദുവിലേക്ക് എന്ത് വരുന്നത്? ഗീത് വരുന്നത്. ഹിന്ദി സ്വാധീനം എന്നാൽ ഹിന്ദുസ്ഥാനി എന്നൊക്കെ നമുക്ക് പറയാം. ഇന്ത്യൻ ട്രഡീഷൻ ആണ് അതില് എന്നുള്ളത്. മറ്റൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ റുബായി പറയുകയാണെങ്കിൽ, അതിന്റെ കസീദ പറയുകയാണെങ്കിൽ, മസ്നവി പറയുകയാണെങ്കിൽ, ഗസൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം മറ്റ് ഭാഷകളിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ ഫാർസിയിൽ നിന്ന്, അറബിയിൽ നിന്നൊക്കെ കടന്നു വന്നു. അതിന്റെ സ്വാധീനങ്ങൾ എന്ന് പറയാം. പക്ഷെ ഇതിന്റെ ഒരു ട്രഡീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗീതിന്റെ ട്രഡീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇസ്മേ ഹാരിസ് ഹിന്ദുസ്ഥാനി റിവാജ്. അപ്പോ ഈ गीत हिंदी के ज़र असर हिंदुस्तानी के असर से यानी उर्दू में तरतीब पाई है, जो अब उर्दू में भी मकबूलियत हासिल कर चुकी है. അപ്പൊ അതില് അത് ഉറുദുവിലും ഏറെ മഖ്ബൂലിയത്ത് ഹാസിൽ കർ ചുക്കി ഹെ, സ്വീകാര്യമായ പ്രശസ്തമായിട്ടുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. നസ്മ की तरह गीत के लिए भी मौजू की कोई पाबंदी नहीं है. നസ്മിനെ പോലെ തന്നെ ഗീതിനും ഇന്ന വിഷയത്തിൽ മൗസൂക്കി कोई पाबंदी, ഇന്ന വിഷയത്തിൽ എഴുതാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. यानी मौजू इन मौजू पर लिखना चाहिए, इस तरह की कोई पाबंदी नज्म की तरह यहाँ पर भी नहीं है, गीत में भी नहीं है. यानी किसी भी मौजू पर हम लोग गीत लिख सकते हैं. इसमें मोहब्बत और नगमगी के अनासर की आमेजिश होती है. आमतौर पर गीत में मोहब्बत और नगमगी संगीतात्मकത അല്ലേ, അത് നമുക്ക് ദൃശ്യമാകാം ആകും. ആമേസിഷ് होती है ना, वो हमें അത് അത് ആമേസിഷ് അതിൽ കൂടി ചേരുക എന്നുള്ളത്. ഉദ്ദേശിച്ചാല് नगमगी और मोहब्बत हम गीत में देख सकते हैं. गीत को आलात मौसीकी का भी इस्तेमाल करके गाया जाता है. ഗീത് എന്ത് ചെയ്യാറുണ്ട്? ആലാത്ത് മൗസിഖ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചും പാടാറുണ്ട്. ഇനി അടുത്ത് നോക്കാം റുബായി. മറ്റൊരു സിൻഫാണ്, ഏക് മഷ്ഹൂർ സിൻഫ് ഹെ റുബായി. റുബായി അറബി का लफ्ज है. റുബായി എന്നുള്ളത് അർബ എന്നുള്ള അറബി ലഫ്സ് ആണ് അല്ലേ. അപ്പൊ അറബ് 4, അപ്പൊ റുബായി എന്നുള്ളത് അറബി ലഫ്സ് है. 4 മിസ്റോം വാലി നസ്മ को റുബായി कहते हैं. അതിന്റെ ഒരു മുഖ്തസർ താരിഫാണ് എന്ത്? 4 മിസ്റോം വാലി നസ്മ എന്നുള്ളത് അല്ലേ. എന്നാൽ എല്ലാ 4 മിസ്റോം വാലി മസ്മൂൻ റുബായി ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോ एक रुबाई में कितने मिसरे होते हैं? 4 मिसरे होते हैं. इसमें एक मुकम्मल मजमून या ख्याल को पेश किया जाता है. ഒരു കംപ്ലീറ്റ് വിഷയത്തിലൂന്നിയതായിരിക്കും എന്ത്? റുബായി എന്നുള്ളത് ഒരു വിഷയമായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. ഓരോ റുബായിലും ഓരോ വിഷയങ്ങളായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. യാ ഖയാൽക്കോ എന്തെങ്കിലും ചിന്തകൾ ആയിരിക്കും അതിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ. പേഷ് കിയാ ജാതാ ഹെ. റുബായി കാ വസ്ൻ മഖ്സൂസ് ഹെ. ഇതാണ് ഇതിലുള്ള മറ്റൊരു പ്രത്യേകത. റുബായിയുടെ ഒരു വസ്ൻ ഉണ്ട്, അത് മഖ്സൂസ് പ്രത്യേകമായിട്ടുണ്ട്. പിന്നെ ആ വസ്നിലായിരിക്കും എഴുതേണ്ടത്. പഹലെ ദൂസരെ ഓർ ചൗथे മിസ്രെ में काफिया लाना जरूरी है. ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത്, തേർഡ് ഇല്ല. തേർഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മിസ്രയിലും കാഫിയ ലാന ജരൂരി ഹെ. കാഫി ഉണ്ടായിരിക്കും, നിർബന്ധമുണ്ട്. കാഫി എന്താണ്, റദീഫ് എന്താണ് നേരത്തെ ഡിസ്കസ് ചെയ്തു. तीसरे मिसरे में अगर काफिया लाए जाए तो कोई ऐब नहीं है. अथवा बाय द वे ആരെങ്കിലും എന്ത് ചെയ്തു तीसरे मिसरे में भी काफिया लाया तो कोई ऐब नहीं है. അതൊരു തെറ്റൊന്നുമല്ല, ഒരു പോരായ്മയൊന്നുമല്ല. സാധാരണ രീതിയിൽ എന്ത് മതി? ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് ലൈനിന്റെ ഫോർത്ത് മിസ്രയിൽ എന്തുണ്ടായാൽ മതി? पहले दूसरे और चौथे मिसरे में काफिया लाना जरूरी है, लेकिन तीसरे में कोई जरूरी नहीं है. अगर कोई लाए तो वो कोई ऐब भी नहीं है, कोई बुराई भी नहीं है. रुबाई के आखिरी मिसरे खासकर चौथे मिसरे पर सारे रुबाई का हुस्न और जोर होता है. റുബായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഷീർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആഖിരി ഷീറാണ്. അതില് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാല് നമ്മള് റുബായിയുടെ ചൗഥ മിസ്ര वो सबसे अहम है.
ഇനി അടുത്ത് നോക്കാം ഖവാലി എന്നുള്ളത്. ഖവാലി ഒരു ഷായരിയുടെ സിൻഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പെർഫോമിംഗ് ആർട്ടാണ് ശരിക്കും എന്ത് ഖവാലി എന്നുള്ളത്. अब നോക്കാം कव्वाली की ज्यादातर तारीख बर सगीर हिंदुस्तान में तसव्वुफ से जा मिलती है. അപ്പൊ ഇന്ത്യയിലെ ബർ സഗീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ, അതായത് ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇങ്ങനെ ഉൾപ്പെടുന്ന, നേപ്പാൾ ഉൾപ്പെടുന്ന രാജ്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോ ഈ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഖവാലി ജ്യാദാതർ എന്താണ് തസവുഫ് സെ ജാ മിൽത്തി ഹെ. അപ്പോ ഖവാലി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടുക പോവുക എന്താണ് तसव्वुफ अथवा सूफीसो ആണ്. कहा जाता है कि कव्वाली कव्वाली को तश्कील देने वाले अमीर खुसरो थे. അപ്പോ പറയപ്പെടാറുണ്ട് ഖവാലി ഒന്ന് ചിട്ടപ്പെടുത്തിയെടുത്തത്, ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അമീർ ഖുസ്രു ആണ് എന്ന്. ഖവാലിക്കോ തഷ്കീൽ ദേനെ വാലെ, ഷക്ൽ ദേനെ വാലെ, ചിട്ടപ്പെടുത്തിയെടുത്തത് അമീർ ഖുസ്രു थे. അപ്പൊ ഈ അമീർ ഖുസ്രു ആരായിരുന്നു നിങ്ങൾക്കറിയാം, അദ്ദേഹം എന്തായിരുന്നു, ജിൻ കാ ഷുമാർ ഉസ് വഖ്ത് കെ ബഡെ സൂഫിയോ മേ ഹോതാ था. അപ്പൊ ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട സൂഫി വര്യനായിരുന്നു അദ്ദേഹം. ഉनको ആലാത്ത് മൗസിഖി സെ ഖാസ് ദിൽചസ്പി थी. അദ്ദേഹത്തിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഖവാലി के जरिए सूफिया किराम के कलाम को यानी उनकी शायरी को सुनाए जाते हैं. ഖവാലി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് സൂഫിയാക്കളുടെ, മഹാന്മാരായുള്ള സൂഫികളുടെ ആളുകളുടെ എന്ത് ചെയ്യും, മഹൽ വ്യക്തിത്വങ്ങളുടെ കലാമുകള്, അവരുടെ ഷായരികള്, അവരുടെ കവിതകളെ എന്ത് ചെയ്യുന്നു, ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സോട് കൂടി കേൾപ്പിക്കുന്നതാണ് ഇത് ഖവാലി എന്നുള്ളത്. ഖവാലിക്ക് ചെറിയ സൂഫിയായ കിറാം, ഖവാലികൾ എന്തുണ്ടാവുക, സൂഫി വര്യന്മാരുടെ കവിതകളെയാണ് അവതരിപ്പിക്കുന്നത്. പഹലെ പഹൽ ഖവാലി സൂഫിയായ കിറാം കെ ആസ്ഥാനം पर हुआ करती थी. അപ്പൊ ആദ്യമൊക്കെ ഈ ഖവാലി ഉണ്ടായിരുന്നത് എന്തായിരുന്നു, സൂഫിയാക്കളുടെ, ഇങ്ങനെയുള്ള മഹത്തുക്കളുടെ ആസ്ഥാനങ്ങളില്, എന്ന് വെച്ചാൽ അവരുടെ എന്ന് വെച്ചാൽ സൂഫികളുടെ കേന്ദ്രങ്ങളിലായിരുന്നു ഇങ്ങനെയുള്ള ഖവാലികളുടെ മഹ്ഫിലുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. ജിസെ ലോഗ് ഷൗക്ക് സെ ആകർ സുനാ करते थे. ആളുകൾ അവരുടെ ഒരു മനസ്സിനുള്ള ഒരു തസ്കിയക്ക് വേണ്ടിയിട്ട്, മനസ്സിനൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്, ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരുന്നു, ഇങ്ങനെയുള്ള സൂഫികളുടെ ആസ്ഥാനങ്ങളിലേക്ക് വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഷൗക്ക് സെ ആകർ സുനാ करते थे, അവിടെ ഒന്നുകൂടി കേട്ടിരുന്നു ഇങ്ങനെയുള്ള ഖവാലികളൊക്കെ. ഖവാലി പേഷ് കർണേ വാലെ കോ ഖവ്വാൽ കഹാ ജാതാ ഹൈ. മറ്റൊരു ഇതാണ് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ഖവ്വാൽ കിസെ कहते हैं. ഖവ്വാൽ എന്ന് പറഞ്ഞാൽ ഖവാലി പേഷ് കർണേ വാലെ കോ ഖവ്വാൽ कहते हैं. നമ്മൾ അറിയില്ലേ, ഷായരി ലിഖ്നെ വാലെ കോ ഷായർ कहते हैं. അപ്പോ നസ്മ ലിഖ്നെ വാലെ കോ നസ്മ നിഗാർ യാ നസ്മ ഗോ कहते हैं. അതുപോലെ തന്നെ ഖസീദ ഗോ ഷായർ, ഗസൽ ഗോ ഷായർ എന്നൊക്കെ പറയാറുണ്ട്, മസ്നവി നിഗാർ എന്നൊക്കെ പറയാറുണ്ട്. എന്ന പോലെ ഇവിടെ ഖവാലി പേഷ് കർണേ വാലെ കോ, ഇവിടെ നിഗാർ എന്ന് പറഞ്ഞാൽ എഴുതുന്ന ആളെന്നർത്ഥം, ഗോ എന്ന് പറഞ്ഞാൽ പേഷ് കർണേ വാല. ഇവിടെ എന്താണ്, ഖവാലി പേഷ് കർണേ വാലേക്കോ ഖവാൽ ഗോ അല്ല ഖവാൽ कहते हैं. मशहूर ഖവാലോं में फतेह अली खान, नुसरत फतेह अली खान, गुलाम फरीद, मकबूल साबिरी के नाम सरे फहरिस्त. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ, ഖവാലിയുടെ ഫീൽഡിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആളുകൾ. ഇനി അടുത്തൊരു സിൻഫ് നോക്കാം നമുക്ക്, മർസിയ. മർസിയ അറബി ക ലഫ്സ് റിസ സെ ബനാ ഹെ. അപ്പൊ മർസിയ എന്നുള്ളത് റിസ എന്നുള്ള ടേം എന്നാണ്, വാക്കെന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ മർസിയക്ക് ലുഗ്വി മാന, ഈ മർസിയ എന്ന് പറയുന്നത് എന്താണ്, മർന അല്ലേ. അപ്പോ റിസ, മർസിയ. പിന്നെ അത് നോക്കാം, മർസിയക്ക് ലുഗ്വി മാന, അതിന്റെ ഡിക്ഷണറിയിൽ കാണുന്ന മീനിങ് എന്താണ്, ലുഗത് മെ ജോ മാന ദിഖായി ദേഗാ വോ യേ ഹൈ रोना मातम करना वगैरह के लिए. मर्सिया उस सिन्फ को कहते हैं जिसमें किसी की मौत पर इजहार गम व अफसोस किया जाए. അപ്പോ ഒരു മരിച്ച ഒരാളെ കുറിച്ചുകൊണ്ട് എഴുതുന്ന ഷായരിയാണ് എന്ത്, മർസിയ. അതിലെന്താ ഉണ്ടാവുക, ആ മരണപ്പെട്ടിട്ടുള്ള ആളെ കുറിച്ചുകൊണ്ട് അവരുടെ മരണത്തിൽ, വിയോഗത്തിൽ, ഇസ്ഹാർ ഗം, ദുഃഖത്തിന്റെ പ്രകടനം, അഫ്സോസ് സങ്കടപ്പെടലുകള്, വ്യാകുലപ്പെടലുകളായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. മറിഞ്ഞ വാലേക്ക് ഔസാഫ് ബയാൻ കിയ ജാതി, അങ്ങനെ മരണപ്പെട്ടിട്ടുള്ള ആളെ കുറിച്ചുകൊണ്ട് അയാളുടെ വസ്ഫുകൾ, സിഫത്തുകൾ വർണ്ണിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടാവുക.
लेकिन उर्दू शायरी में अरसे से लफ्ज मरसिया एक खास मफहूम के लिए इस्तेमाल होता था। പക്ഷെ ഉറുദു ഷായരിയില് एक अरसे से एक जमाने से लफ्ज मरसिയ എന്നുള്ളത് एक खास मफहूम के लिए इस्तेमाल होता था. ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ആശയത്തിലാണ് മർസിയ എന്ന് ഉപയോഗിക്കുന്നത്. അത് എന്താണ് സംഭവം? യാനി മർസിയ സെ മുറാദ് വോ നസ്മ ലി ജാതി ഹെ. മർസിയ എന്താണ്? ഒരു നസ്മ തന്നെയാണല്ലോ, ഒരു ടൈപ്പ് നസ്മ ആണ് അല്ലേ? അതിനുണ്ടാവൽ എന്താണ്? जिसमें हजरत इमाम हुसैन और उनके अजीज व अकारिब की शहादत के वाकयात का बयान है. ഹസ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഷഹാദത്ത്, രക്തസാക്ഷിത്വം, അതിനെ കുറിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങളായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരാൾ മർസിയ എന്ന് കേൾക്കുമ്പോഴേക്കും കർബലയിലെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മ വരിക. അപ്പോ ഉസ്കെ അലാവ ഷൂറാനി ഷഖ്സി മർസിയെ ബി ലിഖേ ഹെ. എന്നാൽ പിൽക്കാലത്തുള്ള കവികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇങ്ങനെയുള്ള കർബല സംഭവങ്ങളെ കുറിച്ചുള്ളതിൽ മാത്രമല്ല, പുറത്തുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള വ്യക്തികളുടെ മരണത്തെ കുറിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മർസിയെ ലിഖേ ഹെ, മർസിയകൾ എഴുതിയിട്ടുണ്ട്. ജിൻമേ ഗാലിബ് ക മർസിയ, മർസിയെ ആരിഫ്, ഗാലിബ് തന്നെ എഴുതിയിട്ടുള്ള ഒരു മർസിയാണ് മർസിയെ ആരിഫ്. അതുപോലെ തന്നെ ചെക്ബസ് എഴുതിയിട്ടുള്ള ബ്രിജ് നാരായൺ ചെക്ബസ് എഴുതിയിട്ടുള്ള മർസിയാണിത് മർസിയെ ഗോഖലെ, ഗോപാൽ കൃഷ്ണ ഗോഖലയെ കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിയോഗത്തെ കുറിച്ചുള്ള എഴുതി ചെക്ബസ് എഴുതിയുള്ള മർസിയാണ് മർസിയെ ഗോഖലെ എന്നുള്ളത്. അതുപോലെ തന്നെ ആലിയുടെ പ്രശസ്തമായ മർസിയാണിത് മർസിയെ ഗാലിബ് എന്നുള്ളത്. അതുപോലെ ഇക്ബാലിന്റെ മർസിയാണ് മർസിയെ ദാവ് എന്നുള്ളത്. ഈ സിമനെ പേഷ് കി ജാ സക്തേ ഹെ. അപ്പൊ ഇതൊക്കെ കുറച്ച് ഷഖ്സി മർസിയകൾക്ക് മിസാലുകളാണ്, ഉദാഹരണങ്ങളാണ്. ഷഖ്സി മർസിയക്ക് ചന്ദ മിസാലേ ഹെ. മർസിയ ആരിഫ്, മർസിയ ഗോഖലെ, മർസിയ ഗാലിബ്, അതുപോലെ തന്നെ മർസിയ ദാവ് എന്നുള്ളത്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. इब्तिदाई दौर में मरसी की कोई खास या मखसूस शक्ल सूरत मुतय्यन नहीं थी. ആ തുടക്ക കാലഘട്ടങ്ങളിലൊന്നും മർസിയൊക്കെ ഒരു പ്രത്യേക സ്റ്റൈല്, രൂപം ഇങ്ങനെയൊന്നും ഇല്ല, നിർണയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. एक मखसूस शक्ल सूरत मुतय्यन नहीं थी. मीर जमीर और मीर खली के जमाने में मरसिया को मुसद्दस के फॉर्म में लिखने का चलन आम हो गया. मीर जमीറിന്റെയും മീർ ഖലീഖിന്റെയും കാലഘട്ടത്തിലാണ് മർസിയൊക്കെ മുസദ്ദസിന്റെ ഫോമിൽ എഴുതുന്ന ഒരു രീതി വന്നത്, കൈവന്നത്. मीर जमीर ने मीर खली के जमाने में मर्सिये को मुसद्दस के फॉर्म में, മുസദ്ദസിന്റെ ഒരു ഫോമിലേക്ക്, സ്റ്റൈലിലേക്ക് എഴുതാൻ തുടങ്ങിയത്. मीर जमीर ने मर्सिये की 8 अज्जाए तरकीबी मुतय्यन किए. അപ്പൊ ഈ മുസദ്ദസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 വരിയുള്ള നസ്മിനെയാണ് നമ്മൾ പറയാ മുസദ്ദസ് എന്ന് പറയാം. 6 വരി മാത്രമല്ല, ഒരു ബന്ദിൽ, ഒരു സ്റ്റാൻസയിൽ, ഒരു പാരഗ്രാഫിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, 6 ലൈൻസ് കാണാം, പിന്നെ അടുത്ത 6 ലൈൻ, പിന്നെ അടുത്ത 6 ലൈൻ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഫോമില് ആണ് ആ ഒരു ഫോമിന്റെ തുടക്കം ഉണ്ടായത് മീർ ജമീറിന്റെയും മീർ ഖലീഖിന്റെയും കാലത്താണ്. അത് കഴിഞ്ഞ് മീർ ജമീറിനെ മർസിയക്ക് 8 അജ്സായ തർക്കീബി മുതയ്യൻ കിയെ. മീർ ജമീർ എന്ത് ചെയ്തു? മർസിയക്ക് അതിന്റെ ഒരു 8 അജ്സായ തർക്കീബി, അതിന്റെ ഭാഗങ്ങള് ക്ലിപ്തപ്പെടുത്തി, തീരുമാനമാക്കി, വ്യവസ്ഥപ്പെടുത്തി. അതിൽ പെട്ടതാണ് എന്തൊക്കെ? ചഹര, സറാപ്പ, റുഖ്സർ, ആമദ്, റജസ്, ജംഗ്, ഷഹാദത്ത് और ബൈൻ. ഇപ്പൊ ഇങ്ങനെയാണ് 8 മർസിയുടെ അജ്സായ തർക്കീബ് ലിഖിയെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റും. ചഹര, സറാപ്പ, റുഖ്സർ, ആമദ്, റജസ്, ജംഗ്, ഷഹാദത്ത് और ബൈൻ. ഇങ്ങനെ जिससे उसके मज़ामीन में वसअत पैदा होगी. അങ്ങനെ ആഹിസ്ത ആഹിസ്ത इसमें ये जो मर्सिये के जो मज़ामीन ने उसमें भी वसअत എന്ന് പറഞ്ഞാൽ വസീഹ് होना, ഫൈലിന എന്ന് വെച്ചാൽ പല വിഷയങ്ങളും ഇതിലേക്ക് അവതരിപ്പിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇതൊരു സിസ്റ്റം കൊണ്ടുവന്നു, ഇങ്ങനെ ആവണം മർസിയ എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അതിലെന്ത് ഒരു ഡൈവേഴ്സിറ്റി കടന്നു വന്നു, ഗോനാഗോനി पैदा हो गई. ഇനി അടുത്ത് നോക്കാം. उर्दू शायरी में दक्कन के कुतुब शाही दौर से मर्सिये के अच्छे नमूने मिलते हैं. इन्हें मर्सिये उम्दा और अच्छे नमूने हमें कुतुब शाही दौर से लेकर मिलने लगते हैं. शिमाली हिंद में इस सिन्फ़े सुखन को मीर और सौदा ने मुतारफ कराया. अब शिमाली हिंदुस्तान में, नॉर्थ इंडिया में इस सिन्फ़े सुखन को यानी मर्सिये को मीर और सौदा ने, मीर तकी मीर
और सऊदा मोहम्मद रफी सऊदा ने मुतारफ कराया। उन लोगों ने वहां पर मुतारफ कराया, तारफ करवाना, परिचयപ്പെടുത്തി അല്ലേ? और लखनऊ में उसे खूब फलने फूलने के मौके फ्राहम हो गए। लखनऊ में इस मरसिया निगारी को खूब फलने, फलना എന്ന് പറഞ്ഞാൽ പുഷ്പിക്കുക, ഫലങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഫലനെ ഫൂലിനെ, പൂക്കൾ ഉണ്ടാവുക, ഫലങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരുക അല്ലെ? അപ്പോ इस तरह तरक्की देने का, तरक्की मिलने का एक बहुत मौके फ्राहम हुए। चूंकि അതിന് പ്രത്യേക റീസൺ വേണമല്ലോ, എന്താണ്? वहां के बादशाह व उमरा, वहां के जो बादशाह लोग थे, वहां के जो अमीर लोग थे, उमरा अमीर के जमയാണ്, ഷിയ അഖീദയ്ക്ക് മാന്യ वाले थे। ഷിയ ഷിയാക്കളായിരുന്നു. അപ്പൊ ആ ഒരു ഷിയ വിശ്വാസം മാനിക്കുന്ന ആൾക്കാരായത് കൊണ്ടായിരുന്നു അവിടെ എന്ത് ചെയ്യുക, അവർക്ക് മർസിയ എന്നുള്ളത്, അതുപോലെ തന്നെ മുഹറം 10 അന്ന് ഒരു മാത്തം കർമ്മ എന്നുള്ള റിവാജ്, ആ സിസ്റ്റം, അതൊക്കെ ഷിയാക്കളിലേറെ സുപരിചിതമാണ്. അപ്പോ ആ ഒരു അതിനെ ഒരു പുണ്യകർമ്മമായിട്ട് കാണുന്ന ആളുകളാണ് ഷിയാക്കൾ. അപ്പോ वहां के लखनऊ के शिमारी हिंदुस्तान के जो बादशाह थे उस वक्त के, या नवाब लोग थे, वो लोग अक्सर शिया थे। तो उन लोगों ने मरसिए को ज्यादातर रिवाज देने की कोशिश की। मीर अनीस और मीर दबीर ने मरसिया निगारी को उरूज कमाल तक पहुंचा दिया। ഇനി ഈ ഒരു മർസിയ നിഗാരിക്കോ ഉറൂജെ കമാൽ, കമാൽ എന്ന് പറഞ്ഞാൽ ഔന്നിത്യം എന്ന് പറയാം അല്ലെ? ഉറൂജെ കമാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതിയിലേക്ക്, കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന പറഞ്ഞാൽ അത്രയും, यानी लोगों में आम कर दिया गया, मकबूल बना दिया गया मीर अनीस और मीर दबीर ने। अबो उर्दू के सबसे अहम मरसिया गो शोरा में अनीस, दबीर, उसके अलावा जमीर, खलीक, ഇങ്ങനെയുള്ള इन लोगों के नाम आ जाते हैं। और ഷീരി അസ്നാഫ് में एक अहम मुकाम अता किया। അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഷീരി സിൻഫായിട്ട് എന്ത് ചെയ്തു? മർസിയ രൂപപ്പെട്ടു. ഇനി അടുത്ത് നോക്കാം നമുക്ക്. അടുത്ത സിൻഫാണ് നസ്മ എന്നുള്ളത്. നസ്മ ഉറുദുക്ക് നമുക്കറിയാം, ഉറുദുവിലെ പ്രധാനപ്പെട്ട സിൻഫാണ് നസ്മ എന്നുള്ളത്. ഇനി നസ്മ ഈ എന്താണ് അതിന്റെ കാര്യങ്ങൾ നോക്കാം. ലഫ്സ് നസ്മ കാ ലുഗ്വി മാന ലടി മേ മോത്തി പെറോന. ലടി എന്ന് പറഞ്ഞാൽ നൂല്, അതിന് മോത്തി എന്ന് പറഞ്ഞാൽ മുത്തുകൾ അല്ലെ? പിറോന കോർക്കുക. അപ്പൊ ലടിയിലെ മോത്തി പിറോന, നൂലിൽ മുത്ത് കോർക്കുക എന്നുള്ളതാണ്. ആരാസ്തകർണ, ആരാസ്തകർണ എന്ന് പറഞ്ഞാൽ ഭംഗി കൂട്ടുക എന്നുള്ളതാണ്. ഏതിലർത്ഥം? നസ്മി എന്നുള്ളതിന്റെ. അപ്പോ നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ലുഗത് में जो माना दिखाई देगा वो लेडी में मोती पिरोना, आरास्ता करना वगैरह के हैं. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. नज्म एक ऐसी सिन्फे सुखन है, एक सिन्फ शायरी है जिसमें किसी खास मौजू पर तसलसल से बयान किया जाता है. നസ്മിലെ എന്തെങ്കിലും പ്രത്യേക വിഷയത്തെ കുറിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് അവതരിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു വിഷയത്തെ കുറിച്ചുകൊണ്ടാണ് നസ്മ എഴുതുക. ഗസലിനെ പോലെയല്ല, ഗസലിന് പ്രത്യേകിച്ച് വിഷയം ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ ഷെയറിനും എന്ത് ചെയ്യും? പുതിയ പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ. അതേ സമയത്ത് നസ്മ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് നസ്മ ഒരു വിഷയത്തെ കുറിച്ചുകൊണ്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. नज्म वो सिन्फे सुखन है जिसकी मिसालें दक्कन के पहले साहिब दीवान शायर कुली कुतुब शाह के से लेकर मौजूदा दौर तक कसरत से मिलती है. अब दक्कन के कुली कुतुब शाह के दौर से लेकर आज तक नज्म लिखने का रिवाज वो आम है. नजीर अकबर आबादी के जरिए नज्म निगारी को फरोग मिला, खूब फरोग हासिल हो गई. अब नजीर अकबर आबादी उर्दू में नज्म निगारी को एक आला मुकाम पहुंचाने वाला, लोगों में मकबूलियत दिलाने वाला एक अवामी शायर थे. अब हम नजीर अकबर आबादी के जरिए नज्म निगारी को फरोग मिला. जदीद नज्म के अलम बरदारों में, अलम എന്നാണ് ജണ്ട, പതാക, ബർദാർ എന്നാണ് വഹിക്കുന്നത്, പതാക വാഹകർ എന്ന് പറഞ്ഞാല്. അപ്പോ ജദീദ് നസ്മ को तश्कील देने वाले അല്ലെങ്കിൽ അതിനെ മഖബൂലിയत दिलाने वाले, അപ്പൊ അതിനനുസരിച്ച് एक शक्ल देने वाले जदीद नज्म के अलम बरदारों में അതിന്റെ ലീഡേഴ്സ് എന്ന് പറയാം, ഇതിനോട് ഉപയോഗിക്കാം. അപ്പൊ अलम बरदारों में मोहम्मद हुसैन आजाद को अव्वलियत हासिल है. अब आगे उसमें सबसे जो मशहूर नाम है वो मोहम्मद हुसैन आजाद का है. उन्होंने कर्नल हॉलरॉयड से मिलकर
लाहौर में एक अदबी अंजुमन जिसका नाम अंजुमन पंजाब के नाम से कायम करके മൗസുവാത്തി മുഷായറയ്ക്ക് ബുനിയാദ് വെച്ചു. അപ്പൊ ഈ കേണൽ ഹോൾഡറുമായിട്ട് കൂടിയിട്ട് മുഹമ്മദ് ഹുസൈൻ ആസാദ് എന്ത് ചെയ്തു? ലാഹോറിലെ ഒരു അദബി അഞ്ജുമൻ, ഒരു ലിറ്റററി, ഒരു സാഹിത്യ എന്താ പറയുക സംഘം രൂപീകരിച്ചു. ജിസ്കാന അഞ്ജുമൻ പഞ്ചാബ്. അങ്ങനെ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിന് കീഴിലായിട്ട് അവർ എന്ത് ചെയ്തു? മൗസുവാത്തി മുഷായറയ്ക്ക് ബുനിയാദിലേക്ക്. അപ്പൊ അതുവരെ മുഷായറകൾ ഉണ്ടായിരുന്നത് ഗസലുകളെ വെച്ചുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഷീർ കൊടുക്കും. ആ ഷീറിനെ കുറിച്ചുകൊണ്ട് അതുപോലെ അതേ പ്രാസത്തിലുള്ള ഷീറുകൾ എഴുതിയിട്ട് മിശ്രത്തര എന്നാണ് പറയാം. ആ രൂപത്തിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. എങ്കിൽ अंजुमन पंजाब के जरिए उर्दू में एक मौजू देकर जिस पर शेर व शायरी लिखने का रिवाज हुआ, और वहां पर रिवाज मतलब जो मुशायरे का रिवाज इस तरह हुआ, यानी मौजूआती मुशायरे का रिवाज अंजुमन पंजाब के जरिए. അപ്പൊ അങ്ങനെ വിഷയം കൊടുത്തിട്ട് ആ വിഷയത്തിനെ കുറിച്ചുകൊണ്ട് എഴുതിയിട്ട് ഒന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന, മുഷായറയിൽ അവതരിപ്പിക്കുന്ന സിസ്റ്റം अंजुमन पंजाबिലൂടെ ഉണ്ടായത്. इस अंजुमन के क़याम का मकसद उर्दू शायरी को मुबालगा, तशबीहात, इस्तिआरात के गैर जरूरी इस्तेमाल से बचाकर रोजमर्रा जिंदगी के करीब लाना और शायरी को पाक करना था. അപ്പൊ ഈ അഞ്ചുമിന്റെ പ്രത്യേക ലക്ഷ്യമുണ്ട്. എന്താണ് നമുക്ക് മക്സദ്? എന്താണ്? ഉറുദു ഷായരിക്കോ മുബാലിഗ. മുബാലിഗ എന്ന് പറഞ്ഞാൽ ജൂട്ട്, മുബാലിഗ എന്നൊക്കെ പറയില്ലേ, പെരുപ്പിച്ച് പറയൽ, ഉണ്ടാക്കി പറയാം, ബലാഗത്ത് ഉണ്ടായതാണ്. അപ്പോ മുബാലിഗ, തഷ്ബീഹാത്ത്, ഉപമകള്, വർണ്ണനകള്, അപ്പൊ വഗൈറൊക്കെ ഗൈർ ജറൂരി ഇസ്തിമാൽ, അതിന്റെ അനാവശ്യമായിട്ടുള്ള എന്ന് വെച്ചാല് അതിന്റെ ഒരു വലിയ അനാവശ്യമായിട്ടുള്ള ഉപയോഗം उसके रोककर, उससे बचाकर रोजमर्रा जिंदगी के करीब लाना था. സാധാരണ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ജീവിത ഗന്ധിയാക്കാനുള്ള ശ്രമമായിരുന്നു ഈ അഞ്ജുമൻ പഞ്ചാബിന് ഉണ്ടായിരുന്നത്. ഇസ് തര ഷായരി കോ പാക് സാഫ് കർനാ था. അങ്ങനെ കവിത ഒന്ന് ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഇസ് അഞ്ജുമൻ में മുഹമ്മദ് ഹുസൈൻ ആസാദ് के साथ अल्ताफ हुसैन हानी, മാസ്റ്റർ പ്യാരെലാൽ ആഷൂബ് ने നുമായാ കാർകർദഗി അഞ്ചാം दी. അപ്പൊ അതുപോലെ തന്നെ ഈ അഞ്ജുമന് വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആളുകളിൽപ്പെട്ട ആളുകളായിരുന്നു ഒന്ന് അൽതാഫ് ഹുസൈൻ ഹാലി, അതുപോലെ തന്നെ മാസ്റ്റർ പ്യാരെലാൽ ആഷൂബ് എന്നിവർക്ക്. हानी ने अपनी नज़्में बरखावत, हुब्बे वतन, निशात उम्मीद अंजुमन के नए मुशायरों में पेश की. അപ്പൊ അദ്ദേഹം ഹാലിയും ഇതുപോലെ നസ്മ എഴുതിയിട്ടുണ്ട്. ബർഖാവത്ത്, ഹുബ്ബെ വതൻ, നിഷാത്തെ ഉമ്മീദ്, ഇങ്ങനെയുള്ള നസ്മൊക്കെ ലിഖർ उन्होंने अंजुमन पंजाब मुशायरों में पेश की. उर्दू के मुमताज नज्म गो शोरा में, उर्दू मुमताज अहम अहम जो नज्म गो शोरा, नज्म लिखने वाले शोरा में अल्लामा इकबाल, अकबर इलाहाबादी, दुर्गा सहाय सुरूर और पंडित ब्रिज नारायण चकबस, तिलोक चंद महरोम, जोश मलिहाबादी, रघुपति सहाय फिराक गोरखपुरी, असरार मजाज, अख्तर शेरानी, अली सरदार जाफरी, अख्तर लीमान, कैफी आजमी, मीराजी, नून मीम राशिद, फाइज अहमद फाइज वगैरह के नाम आते हैं. अब ये सब उर्दू के मशहूर नज्म गो शोरा थे. जमाने के साथ साथ नज्म की हैयत में भी तब्दीलियां आती रही. കാലത്തിനനുസരിച്ച് നസ്മിന്റെ സ്റ്റൈലിലും രീതിയിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി, സ്ട്രക്ചറിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? ആസാദ് നസ്മ മുഅറ पर भी तबा आजमाई की गई. ആളുകൾ സ്വതന്ത്ര നസ്മുകൾ എഴുതാൻ തുടങ്ങി. അതുപോലെ നസ്മ മുഅറ, കാഫിയൊന്നുമില്ലാത്ത നസ്മുകളൊക്കെ എഴുതാൻ തുടങ്ങി. അതെന്താണ് ഡീറ്റെയിൽ നോക്കാം. നസ്മ മുഅറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുദു में ये हैयत अंग्रेजी के जरा असर आ गई. അപ്പോ ഉറുദുവിലേക്ക് വന്നത് ഇംഗ്ലീഷിൽ നിന്നുമാണ് ഈ ഒരു സ്റ്റൈല്. अंग्रेजी में उसे ब्लैंक वर्स कहते हैं. हम ब्लैंक वर्स को उर्दू में क्या कहते हैं ചോദിച്ചേക്കാം. തിരിച്ചു ചോദിച്ചേക്കാം नज्म मुअर्रा को अंग्रेजी में क्या कहते हैं. मुअर्रा नज्म ऐसी नज्म को कहते हैं जिसमें वज़न की पाबंदी की जाती है. अब मुअर्रा नज्म എന്തുണ്ടാകും? വസ്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. लेकिन काफिया व रदीफ की पाबंदी नहीं होती है. പക്ഷേ കാഫിയ റദീഫ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഉണ്ടായില്ല. ആസാദ് നസ്മ മറ്റൊന്ന്
ആസാദ് നസ്മ കാ റിവാജ് അംഗ്രേസി സെ ഉറുദു മേ ആ ഗയി. രണ്ടിലും ഒരുപോലെ തന്നെയാണ്, ഇംഗ്ലീഷിൽ നിന്നാണ് ഉറുദുവിലേക്ക് വന്നത്. അംഗ്രേസി മേ ഉസെ ഫ്രീ വേഴ്സ് കഹാ ജാതാ ഹെ. നേരത്തെ ബ്ലാങ്ക് വേഴ്സ് ആയിരുന്നു, ഇവിടെ ഫ്രീ വേഴ്സ് ആണ് ആസാദ് നസ്മ കഹാ ജാതാ ഹെ. ജിൻമേ കാഫിയ റദീഫ് ഓർ വസ്ന കി പാബന്ദി നഹീ ഹോതി ഹെ. അവിടെ നമ്മൾ പറഞ്ഞ കാഫിയ റദീഫ് ഉണ്ടാകും, ഇവിടെ അതും ഉണ്ടാകൂല, വസ്നും ഉണ്ടാകൂല. അപ്പോ പാബന്ദി നഹീ ഹോതി ഹെ. उर्दू में आजाद नज्म का रिवाज 20वीं सदी की चौथी दहाई से फरोग हासिल किया गया. അപ്പൊ ഉറുദുവിലേക്ക് ഈ ഒരു സിൽഫ് കൂടുതൽ സ്വീകാര്യത നേടി വരുന്ന എപ്പോഴാണ്? 20वीं സദിക്ക് ചൗഥി ദഹായില്, ചൗഥി നാലാമത്, ദഹായ നാലാം ദശകത്തിൽ, 20वीं സദിക്ക് 20ാം നൂറ്റാണ്ടിന്റെ 4ാം ദശകത്തിലാണ് ये आजाद नज्म का रिवाज उर्दू में आ गया. റാഷിദ് അവർ തന്നെ न्यून मीम राशिद और मीरांजी के नाम इस सिलसिले में सर फहरिस्त है. ये लोग इस सिलसिले में अहम नाम है. അപ്പോൾ ഇത്രയാണ് നമുക്ക് നസ്മിന്റെ ഷായരിയുടെ അസ്നാഫുകൾ ചർച്ച ചെയ്യേണ്ടായിരുന്നത്. ഓക്കെ, ശുക്രിയ.